നമ്മുടെ പ്രിയപ്പെട്ട മക്കളൊക്കെ പരീക്ഷകൾക്ക് വേണ്ടി തയ്യാറെടുക്കുകയാണ്. പല രക്ഷിതാക്കളുടെയും കമൻറ്റുകൾ കണ്ടാൽ അറിയാം, രക്ഷിതാക്കളൊക്കെ വിദ്യാർത്ഥികളെക്കാൾ ഭയങ്കര ആദിയിലാണ്. ഇൻഷാ അല്ലാഹ് നമ്മുടെ പ്രിയപ്പെട്ട മക്കളുടെ പരീക്ഷകളും പഠനങ്ങളും എളുപ്പമാകാനും അതിലൊക്കെയും അവർ പ്രതീക്ഷിക്കുന്ന വിജയം അവർക്ക് നേടിയെടുക്കാനും 5 ടിപ്സുകൾ നമ്മൾ പഠിക്കുകയാണ്. തീർച്ചയായും ഉപകാരപ്പെടും. ഏതാണ് എങ്ങനെയാണെന്നറിയാൻ മജ്‌ലിസ് മുഴുവനായും കേൾക്കുക, ലിങ്ക് മറ്റുള്ളവരിലേക്ക് എത്തിച്ചെടുക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വകഫാ വസലാമുൻ അലാ ഇബാദിഹിൽ ലദീന ഇസ്തഫാ. അമ്മാ ബഅദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മജ്‌ലിസിനെ സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു സന്തോഷം നൽകട്ടെ, സമാധാനം നൽകട്ടെ, റാഹത്ത് നൽകട്ടെ. ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന എല്ലാ സാമ്പത്തിക, ശാരീരിക, മാനസിക, പൈശാചികമായ വിഷമങ്ങളും പ്രയാസങ്ങളും അല്ലാഹു മാറ്റിത്തരട്ടെ. ദുആ വസിയത്ത് ചെയ്ത ധാരാളം സഹോദരങ്ങളുണ്ട്, സഹോദരിമാരുണ്ട്. അല്ലാഹു എല്ലാവരുടെയും ആഗ്രഹങ്ങൾ സഫലമാക്കട്ടെ, വിഷമങ്ങൾ മാറ്റിത്തരട്ടെ. നമ്മുടെ കൂട്ടത്തിലൊക്കെ പഠിക്കുന്ന പ്രിയപ്പെട്ട മക്കളുണ്ട്, പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന പ്രിയപ്പെട്ട വിദ്യാർത്ഥികളുണ്ട്, വിദ്യാർത്ഥിനികളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും വിജയം നൽകട്ടെ, ബുദ്ധിശക്തി നൽകട്ടെ, ഓർമ്മശക്തി നൽകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ അവർ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. അതിലേക്ക് അവർ അടുത്തുകൊണ്ടിരിക്കുകയാണ്. മദ്രസയിലാണെങ്കിലും സ്കൂളിലാണെങ്കിലും. മദ്രസയിൽ ഈ പൊതുപരീക്ഷ 5 എഴുതുന്നവർ, 7 എഴുതുന്നവർ, 10ാം ക്ലാസ് എഴുതുന്നവർ, 12ാം ക്ലാസ് എഴുതുന്നവർ, സ്കൂളിലാണെങ്കിൽ SSLC എഴുതുന്നവർ, +2 എഴുതുന്നവർ, ഡിഗ്രി എഴുതുന്നവർ, മറ്റു കോഴ്സുകളുടെ പരീക്ഷ, ഫൈനൽ എക്സാമുകളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ പരീക്ഷയിലേക്കുള്ള തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്, അതിലേക്ക് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ കമൻറ്റ് ബോക്സുകളിൽ, യൂട്യൂബിലാണെങ്കിലും ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും ഫേസ്ബുക്കിലാണെങ്കിലും വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെയാണെങ്കിലും നിരന്തരം ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് കമൻറ്റ് കണ്ടുകൊണ്ടിരിക്കുന്നത് മക്കളുടെ പഠനത്തിൻ്റെ വിഷയവും അവർക്ക് പരീക്ഷയിൽ ഉന്നത വിജയമുണ്ടാകാനുള്ള ദുആ വസിയത്തുകളും അതിലുള്ള മാർഗനിർദ്ദേശങ്ങൾ അന്വേഷിച്ചുകൊണ്ടുള്ള മെസ്സേജുകളും മറ്റൊക്കെയാണ്. അപ്പം അതുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ ഇപ്പോൾ തന്നെ നമുക്ക് സംസാരിക്കാം. പരീക്ഷയുടെ തലേ ദിവസം നമ്മൾ ചെയ്തിട്ട് കാര്യമില്ലല്ലോ. ഏറ്റവും വലിയ മാർഗം പരീക്ഷയുടെ വിജയത്തിന് നമുക്കറിയാം പഠിക്കുക എന്നുള്ളത് തന്നെയാണ്. പഠിക്കുന്നതിൻ്റെ കൂടെ പലപ്പോഴും നമ്മൾ പഠനത്തിൽ എളുപ്പമാകാനും റിസൾട്ട് അനുകൂലമാകാനും ഉന്നത വിജയം ലഭിക്കാനൊക്കെ നമ്മൾ ചില വിഷയങ്ങൾ പറയുമ്പോൾ അപ്പോൾ പഠിക്കുന്നു വേണ്ട ഉസ്താദ്, ദിക്റ് ചൊല്ലിയിരുന്നാൽ മതിയോ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. പഠനമാണ് ഒന്നാമത്തെ വിഷയം, അതിലാർക്കാ തർക്കമുള്ളത്? പഠിക്കുന്നതിൻ്റെ കൂടെ റബ്ബിൻ്റെ സഹായം നമ്മൾ തേടുമല്ലോ. അല്ലാഹുവേ എന്നെ ജയിപ്പിക്കണേ അല്ലാഹ് എന്ന് പറയല്ലോ. അതിൻ്റെ ചില വ്യത്യസ്തമായ രൂപങ്ങൾ, അള്ളാഹുവിൻ്റെ സഹായം നമുക്ക് പെട്ടെന്ന് കിട്ടാനുള്ള നമ്മുടെ ഉലമാക്കൾ നിർദ്ദേശിച്ചിട്ടുള്ള ചില ടിപ്സുകൾ, അതൊക്കെയാണ് നമ്മൾ സംസാരിക്കാമെന്ന് ഉദ്ദേശിക്കുന്നത്. ഇൻഷാ അല്ലാഹ് നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ അവർക്ക് പരീക്ഷയിൽ ഉന്നത വിജയമുണ്ടാകാൻ, നല്ല ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും ഉണ്ടാകാൻ, വരാനിരിക്കുന്ന പരീക്ഷകളിലൊക്കെ അവർ പ്രതീക്ഷിക്കുന്ന മാർക്കും ഉയർന്ന ക്ലാസ്സുകളിലേക്കുള്ള പ്രവേശനവും അവർക്ക് ലഭിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് ചില ടിപ്സുകൾ നമ്മൾ പരിചയപ്പെടുകയാണ്. ഒന്നാമത്തെ മാർഗം എന്നുള്ളത് പ്രഭാത സമയത്ത് പഠിക്കാനിരിക്കുക എന്നുള്ളതാണ്. സുബ്ഹിക്ക് എണീക്കുക, വുളു ഉണ്ടാക്കുക, നമസ്കരിക്കുക, സുബ്ഹി നിസ്കാരത്തിന് ശേഷം ദുആ ചെയ്യുക, കുറച്ച് ഖുർആൻ ഓതുക, എന്നിട്ട് പഠിക്കാനിരിക്കുമ്പോൾ അത് വലിയൊരു ബറക്കത്താണ്. പ്രഭാത സമയം എന്നുള്ളത് തന്നെ വലിയ ബറക്കത്താണ്. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ ബുക്കൂരിന, ഞങ്ങളുടെ പ്രഭാതത്തിൽ ഞങ്ങൾക്ക് നീ ബറക്കത്ത് നൽകണമെന്ന് മുത്തുനബി തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. പ്രഭാതത്തിൽ എണീക്കുന്ന ആളുകൾക്ക് രോഗം കുറവായിരിക്കും. പ്രഭാതത്തിൽ എണീക്കുന്ന കച്ചവടക്കാർക്ക് ബിസിനസ്സിൽ പുരോഗതി ഉണ്ടാകും. പ്രഭാതത്തിൽ എണീക്കുന്ന ആളുകൾക്ക് ഉണ്ടാകുന്ന നേട്ടങ്ങൾ വലുതാണ്. എന്നതുപോലെ തന്നെ പ്രഭാതത്തിൽ എണീറ്റുകൊണ്ട് പഠിക്കുന്ന പ്രിയപ്പെട്ട മക്കൾ, വിദ്യാർത്ഥികൾ, വിദ്യാർത്ഥിനികൾ, അവരുടെ പഠനത്തിൽ അവർക്ക് നല്ല ബുദ്ധിശക്തി ഉണ്ടാകും, ഓർമ്മശക്തി ഉണ്ടാകും, പെട്ടെന്ന് പഠിയും. മാത്രമല്ല പഠനത്തിൽ അല്ലാഹു വലിയ ബറക്കത്ത് നൽകും എന്ന് നമ്മുടെ ഉലമാക്കൾ വിശദീകരിക്കുകയാണ്. അപ്പോൾ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന മക്കളെ ഇന്ന് മുതൽ അല്ലെങ്കിൽ നാളെ മുതൽ രാവിലെ എണീപ്പിച്ച് സുബ്ഹി നമസ്കരിപ്പിച്ച് ഖുർആൻ ഒരു പേജെങ്കിലും ഓതി അവരെ പഠിക്കാനിരുത്തുക. പരീക്ഷയിൽ പ്രതീക്ഷിക്കുന്ന വിജയം അല്ലാഹു നൽകും, യാതൊരു സംശയവുമില്ല. ഒന്നാമത്തെ മാർഗം അതാണ്. രണ്ടാമത്തെ മാർഗം എന്നുള്ളത് വിശുദ്ധമായ ഖുർആനിൽ ഒരു സൂറത്തുണ്ട്, സൂറത്തുൽ ഇൻശിറാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലം നശ്റഹ് ലക സദ്റക വവളഅനാ അൻക വിസ്റക അല്ലദീ അൻഖള ലഹ്റക
റഫഅനാ ലക ദിക്റക ഫഇന്ന മഅൽ ഉസ്രി യുസ്റൻ ഇന്ന മഅൽ ഉസ്രി യുസ്റാ ഫഇദാ ഫറഗ്ത ഫൻസബ് വഇലാ റബ്ബിക ഫർഗബ് എന്ന സൂറത്ത് 5 നേര നമസ്കാരത്തിന് ശേഷം 7 പ്രാവശ്യം ചൊല്ലിയിട്ട് നെഞ്ചത്തൂതുക. അതിനാദ്യം 5 നേരം നിസ്കരിക്കുന്ന വിദ്യാർത്ഥികളായി നമ്മുടെ മക്കൾ മാറണം, വിദ്യാർത്ഥിനികളായി നമ്മുടെ മക്കൾ മാറണം. ആ 5 നേര നമസ്കാരത്തിന് ശേഷവും സൂറത്തുൽ ഇൻശിറാഹ് 7 പ്രാവശ്യം ചൊല്ലിയിട്ട് നെഞ്ചിൻ്റെ ഭാഗത്ത് ഊതിക്കഴിഞ്ഞാൽ പഴയ കാലം മുതൽ നമ്മുടെ ഉലമാക്കൾ നിർദ്ദേശിക്കാറുള്ളൊരു മാർഗമാണിത്. ഈ ഒരു സ്വഭാവം കൊണ്ടുവന്നു കഴിഞ്ഞാൽ നല്ല ബുദ്ധിശക്തി ഉണ്ടാകും, ഓർമ്മശക്തി ഉണ്ടാകും, പഠിച്ചത് മറന്നു പോകൂല, പരീക്ഷയിലൊക്കെ നല്ല വിജയം കിട്ടാൻ അത് കാരണമാകും എന്ന് നമ്മുടെ ഉലമാക്കൾ വിശദീകരിക്കുകയാണ്. അതുകൊണ്ട് മക്കളുടെ പരീക്ഷാ വിജയത്തിന് വേണ്ടിയിട്ട് പഠനാവശ്യങ്ങൾക്ക് വേണ്ടി മെസ്സേജ് അയക്കുന്ന ഉമ്മമാർ, പ്രിയപ്പെട്ട മക്കളെ ഇത് ശീലിപ്പിക്കുക എന്നുള്ളതാണ് 2ാമത്തെ മാർഗം. 3ാമത്തെ മാർഗം, നമ്മുടെ മക്കൾക്ക് നല്ല വിജയം കിട്ടാൻ വേണ്ടിയിട്ട്, പഠനത്തിൽ പുരോഗതി ഉണ്ടാകാൻ വേണ്ടിയിട്ട്, അവരുടെ എല്ലാ തടസ്സങ്ങളും നീങ്ങിക്കിട്ടാൻ വേണ്ടിയിട്ട്, അവർക്കെന്തെങ്കിലും സിഹർ കണ്ണേറുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ നീങ്ങിക്കിട്ടാൻ വേണ്ടിയിട്ട്, പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന മക്കൾക്ക് പഴയ കാലം മുതലേ നമ്മുടെ ഉലമാക്കൾ നിർദ്ദേശിക്കുന്ന അനുഗ്രഹീതമായ ചില സ്റ്റോണുകൾ പതിപ്പിച്ച മോതിരം ധരിപ്പിക്കുക എന്നുള്ളതൊരു വലിയ മാർഗമാണ്, ഒരു വലിയ പ്രതീക്ഷയാണ്, ഒരു വലിയ ബറക്കത്താണ്. പഴയ കാലം മുതലേ നമ്മുടെ ഉലമാക്കളുടെ അടുത്ത് നമ്മൾ ചില ആവശ്യങ്ങളൊക്കെ ചെന്ന് പറയുമ്പോൾ, തടസ്സങ്ങളൊക്കെ പറയുമ്പോൾ, എന്തെങ്കിലുമൊക്കെ ലക്ഷ്യത്തിലേക്ക് വേണ്ടിയിട്ട് മത്സരാവശ്യങ്ങൾക്കും പഠനാവശ്യങ്ങൾക്കും വേണ്ടിയിട്ടൊക്കെ സമീപിക്കുമ്പോൾ നമ്മുടെ ഉലമാക്കൾ നിർദ്ദേശിക്കുന്ന ചില കല്ലുകളുണ്ട്. ഫൈറൂസ് പോലെ, അഖീഖ് പോലെ, യാക്കൂത്ത് പോലെ, ഖുർആനിലും ഹദീസിലൊക്കെ പറയപ്പെട്ട നമ്മുടെ മുൻഗാമികൾ പഴയ കാലഘട്ടം മുതലേ മുത്തുനബി തങ്ങളും സഹാബത്തൊക്കെ ധരിച്ചു എന്ന് പറയപ്പെടുന്ന ചില കല്ലുകൾ, ആ കല്ലുകൾ നമ്മുടെ ശരീരത്തിനോട് യോജിച്ച കല്ല് കണ്ടെത്തിയിട്ട് ധരിക്കുക എന്നുള്ളത് പഠനത്തിൽ മികവുണ്ടാകാൻ, ഉന്നതമായ വിജയം ലഭിക്കാൻ, ഉയർന്ന ക്ലാസ്സുകളിലേക്ക് പ്രവേശനം ലഭിക്കാൻ, എല്ലാ തടസ്സങ്ങളും നീങ്ങാൻ, ഇന്റർവ്യൂ ജോലിയൊക്കെ ലഭിക്കാൻ കാരണമാകുമെന്ന് നമ്മുടെ ഉലമാക്കൾ വിശദീകരിക്കുകയാണ്. 4ാമത്തെ ഒരു മാർഗം എന്നുള്ളത്, പഠിക്കാനിരിക്കുമ്പോൾ, പഠിക്കുന്നതിൻ്റെ മുമ്പ് എപ്പോൾ പഠിക്കാനിരിക്കുകയാണെങ്കിലും, സ്കൂളിലാണെങ്കിലും ശരി, മദ്രസയിലാണെങ്കിലും ശരി, വീട്ടിലാണെങ്കിലും ശരി, ഹോംവർക്ക് ചെയ്യുകയാണെങ്കിലും ശരി, പഠിക്കാനിരിക്കുന്ന ആ സമയത്ത് നമ്മൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖാലൂ സുബ്ഹാനക ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ ഇന്നക അൻതൽ അലീമുൽ ഹകീം എന്ന ആയത്ത് ഒരു 3 പ്രാവശ്യം ചൊല്ലിയിട്ട് നമ്മൾ പഠിക്കാനിരിക്കുക എന്നുള്ളതാണ് ഒരു വലിയ ബറക്കത്താണിത്. പെട്ടെന്ന് പഠിയാനും പഠനം എളുപ്പമാകാനും മടുപ്പ് വരാതിരിക്കാനും പഠിച്ചത് മറന്നു പോകാതിരിക്കാനും ആ പഠനം കൊണ്ട് നമുക്ക് ഖൈറുണ്ടാകാനും ബറക്കത്തുണ്ടാകാനും ഒക്കെ അത് കാരണമാകുമെന്ന് നമ്മുടെ ഉലമാക്കൾ വിശദീകരിക്കുകയാണ്. അതേപോലെ തന്നെ മറ്റൊരായത്താണ് വഖുർ റബ്ബി സിദ്നി ഇൽമാ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വഖുർ റബ്ബി സിദ്നി ഇൽമാ വഖുർ റബ്ബി സിദ്നി ഇൽമാ വഖുർ റബ്ബി സിദ്നി ഇൽമാ എന്ന് ചൊല്ലിയിട്ട് പഠിക്കാനിരിക്കുക എന്നുള്ളത്. രണ്ടും പറ്റുന്നവർ രണ്ടും ചൊല്ലാം, അല്ലെങ്കിൽ 2ൽ ഒരെണ്ണം നമുക്ക് സ്വീകരിക്കാവുന്നതാണ്. അള്ളാഹു പഠനത്തിൽ ബറക്കത്ത് നൽകും എന്നുള്ളതാണ്. 5ാമത്തെ ഒരു മാർഗം എന്നുള്ളത്, പരീക്ഷയിൽ വിജയിക്കാൻ, പരീക്ഷയിൽ നല്ല മാർക്ക് കിട്ടാൻ, പരീക്ഷ എളുപ്പമായി കിട്ടാൻ, പരീക്ഷയ്ക്ക് ശേഷം ഉയർന്ന ക്ലാസ്സുകളിലേക്ക് പ്രവേശനം ലഭിക്കാൻ, പരീക്ഷയെ അഭിമുഖീകരിക്കുന്ന, പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറാകുന്ന പ്രിയപ്പെട്ട മക്കൾ അല്ലെങ്കിൽ അവരുടെ മാതാപിതാക്കൾ എല്ലാ ദിവസവും 5 നേരം നമസ്കാര ശേഷവും 41 പ്രാവശ്യം ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം എന്നുള്ള ദിക്ർ പതിവാക്കുക എന്നുള്ളതാണ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്നുള്ളത് എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്യാനും വിജയത്തിലേക്ക് എത്താനും നമ്മെ സഹായിക്കും. പരിശുദ്ധമായ ബദറിൽ സ്വഹാബാക്കൾ വിജയം നേടിയെടുത്തത് ലാ ഹൗല എന്നുള്ള അത്ഭുതകരമായ ആയുധം കൊണ്ടാണ്. അതുകൊണ്ട് ലാ ഹൗലയെ മുറുകെ പിടിക്കുക എന്നുള്ളത് പരീക്ഷയെ അഭിമുഖീകരിക്കുന്ന മക്കൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാനും ചൊല്ലാനും ഒക്കെ ചോദിക്കുന്ന മാതാപിതാക്കളോട് നിർദ്ദേശിക്കാനുള്ള മറ്റൊരു മാർഗം ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്നുള്ളതാണ്. ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് പരിഹാര മാർഗങ്ങൾ, ഒരുപാട് ടിപ്സുകൾ നമ്മുടെ മക്കളുടെ പഠനത്തിൻ്റെ വിജയത്തിന് വേണ്ടിയിട്ട്, പരീക്ഷകളിലെ വിജയത്തിന് വേണ്ടി നമുക്ക് ചർച്ച ചെയ്യാനുണ്ട്. പ്രധാനപ്പെട്ട ചിലത് സംസാരിച്ചു എന്ന് മാത്രം, മറ്റു മജ്ലിസുകളിൽ ഇനിയും നമുക്ക് സംസാരിക്കാം. ഏറ്റവും മുഖ്യം പഠിക്കുക എന്നുള്ളതാണ്. പഠനത്തിന് ശേഷമാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മക്കൾക്കൊക്കെ അല്ലാഹു വിജയം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബന ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.